30 people. എന്താ 30 people. You from us. പഴയ ശരി, നിനക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഈ ഇത് തുടങ്ങിയപ്പോൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആവുമെന്നല്ലേ ഫ്രെയിം വെച്ചപ്പോൾ കൊള്ളാം. എല്ലാം കൂടെ വന്നപ്പം തീം പിടിക്കുകയാണല്ലേ? ഹലോ ഗായ്സ്, വിജയ റോളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. നമുക്കിന്നൊരു ഷൂട്ടുണ്ട് പയ്യ, എന്നാലും നമ്മൾ ഷൂട്ട് ഏറ്റുപോയി നമുക്ക് ചെയ്താലല്ലേ പറ്റുള്ളൂ. അപ്പം കാല് ഞാൻ കെട്ടാവുത്ത കേട്ടോ, കെട്ടപ്പോൾ ഇതാണ് കാലിൻ്റെ കണ്ടീഷൻ. മോള് കാണിക്കാൻ പറ്റില്ല, അപ്പം ഉടുപ്പിട്ടേക്കണുണ്ട്. ഇന്ന് എല്ലാ സാധനങ്ങളായിട്ട് ഇന്ന് ഷൂട്ട് പോവേണ്. ഒരു വർഷം പ്ലാൻ ചെയ്ത ഷൂട്ടാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. നമ്മളൊരു ടീമാണ്. അപ്പോൾ ആ ടീമിൽ ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ. ഇന്നലെ എൻ്റെ പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു. പ്രാക്ടീസും അത് വഴിയെ ഞാൻ കാണിച്ചു തരാമില്ല. നമ്മൾ ഭയങ്കരമായിട്ട് എഫോർട്ട് എടുത്തൊരു സാധനമാണിത്. ജയദേവിൻ്റെ കോൺസെപ്റ്റാണ്. അപ്പോൾ റീക്രിയേഷനാണ് എടുക്കുന്നത്. നമ്മൾ എത്തി, ആ വണ്ടി അവിടെ എത്തി, അവിടെ കിടക്കുന്നുണ്ട്. എല്ലാവരും ഇതിനകത്തുണ്ട്. ഇതാണ്ട് എല്ലാ മൊണ്ണാൾ കാറിനകത്ത് ഇരിപ്പുണ്ട്. വൻമൊണ്ണ, ചൂമൊണ്ണ, അൾട്രാ മൊണ്ണ. നീ ഇതാ ട്രാക്ക് ഷൂട്ട് ഇട്ടോണ്ടാ ഷൂട്ടിന് പറഞ്ഞത്. നീ എത്തിരി കോലം ഒക്കെ കാർ എടുത്ത് കേട്ടോ. അതിന്റെ ചിലവ് കൂടെ ഉണ്ട് കേട്ടോ ഇന്ന്. നീ തമ്പി നീങ്ങിയിരിപ്പാ, നീങ്ങിരി. ആ തൊട്ടാലും പിടിച്ചാലും. മക്കളെ, ഇതാണ് ഗോകുൽ, അറിയാല്ലേ? സോ തന്നെ. ഹലോ. പെണ്ണിനെ കൊണ്ട് വെച്ച് കൊടുത്താ പോലീസ് പിടിച്ചാ? ആ സൂപ്പർ. എന്താണ് പറയാനുള്ളത് മക്കളെ? ദേവികയാണ് ഇന്നലത്തെ നമ്മളെ ഒരു നടി. ഇതിലിനി 2 നടിമാരും കൂടെ ജോയിന്റ് ആവാണ്ടല്ലേ? ഇത് വേറൊരു ഇനിയും ഉണ്ട്, 3-4 പേരൂടെ വരാനുണ്ട്. അപ്പം ശരി, ഇനി ബാക്കിയുള്ളവരെ കാണിച്ചു തരാം. ഹായ്, ഇതാണ് അടുത്ത നായിക. എന്താ? അയ്യോ പാവമുണ്ട്. ഇതൊക്കെ അല്ലേ രസം. ഇതാണ് അടുത്ത നായിക. ഹായ്, ഹലോ പറ. പേര് പറ. എന്റെ പേര് ഗംഗ. എന്റെ പേര് യമുന. എന്റെ പേര് യമുന. നിന്റെ പേരെന്താ? കാവേരി എന്ന് പറ. നീ പേര് ഇത് ഭാരതപുരി എന്ന് പറയടാ. നിന്റെ പേരെന്താ? നീ കരമനയാറൊന്നു. ഉഷ എന്താ ലേറ്റ് ആയത്? ആ 2 മണിക്ക് വരാൻ പറഞ്ഞ 1:45 നീ വരണം. 1:57. ഇതിലിപ്പോ കാണാൻ കൊള്ളാന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. ഇതിലെല്ലാം അവനൊക്കെ കറായിരിക്കണം. അത് വെയിലിന്റെ ഷെയ്ഡിലാണ് വെളുത്ത് പിന്നെ കാണുന്നത്. എന്നെ കാണിക്കടാ, ലൈറ്റില്ലാതെ കാണിക്കണ്ട. നമ്മൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത് അല്ലേ? ഇവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ രാഷ്ട്രീയം കുറെ കഴിയുമ്പോൾ നമ്മൾ കോലം മാറുകയാണ്. പട്ടിപ്പണിയെടുക്കുന്ന സ്ട്രീറ്റ് വീഡിയോഗ്രാഫർ ആയും ചെയ്ത് ബാറ്ററി ചാർജ് ഇടുക. ഗൈസ്, അപ്പം നമുക്ക് ഇവിടെയാണ് ഇന്ന് ഷൂട്ട്. ഈ ഒരു സ്പോട്ടിലാണ് നമുക്ക് ഇന്ന് ഡാൻസ് എടുക്കാനുള്ളത്. ഈ ഒരു സ്പോട്ടിലാണ് ഡാൻസ് എടുക്കാനുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇനി അവിടെ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ കുറച്ച് കട്ടണൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കണം. ഗൈസ്, നമ്മൾ എത്ര ദിവസമില്ല, ഒരു വർഷത്തെ പ്ലാനിങ്ങിന് ശേഷം അതേ ഒരു വർഷമായപ്പോ കറക്റ്റ് ഒരു വർഷമായപ്പോ കഴിഞ്ഞ ഓണത്തിനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഓണത്തിന് മുന്നേ പ്ലാൻ ചെയ്ത്, അതുപോലെ ഓണത്തിന് മുന്നേ നമ്മളെ ഈ ഷൂട്ട് കിട്ടിയിരിക്കുന്ന സുഹൃത്തുക്കളെ, തുടങ്ങാറായിരിക്കുന്ന സുഹൃത്തുക്കളെ, സോങ് എന്ന് പറഞ്ഞു വിടറാ. നമ്മള് മനോഹരി സത്യമായിട്ട് കേരളത്തിൽ ആര് റീക്രിയേഷൻ ചെയ്യാത്തൊരു സാധനമാണ് നമ്മൾ എഫോർട്ട് എടുത്ത് സെയിം പക്കയായിട്ട് ചെയ്യാൻ പോണത്. ഇതുവരെ ആരും ചെയ്തിട്ടില്ല കേരളത്തിൽ ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല. അപ്പൊ നമ്മള് പിള്ളേരെല്ലാം സെറ്റാണ്. പിള്ളേരെല്ലാം നല്ല വൈബ് പിള്ളേരല്ലേ? നമ്മളിനി അടുത്ത ആംബിയൻസ് പിടിക്കാനുള്ള കർട്ടൻ എടുക്കാൻ വേണ്ടി പോകണം. ബാക്കി എല്ലാം സെറ്റാണ്. മേക്കപ്പ് ഇടാൻ എനിക്കും പിള്ളേർക്കും ഇവനും മേക്കപ്പ് ഒക്കെ ഇടാൻ നമ്മളാൽ കഴിയുന്നത് എല്ലാം. കാരണം ഇത് നമ്മൾ എനിക്ക് എന്റെ ഞാൻ എത്ര റീക്രിയേഷൻ എടുത്താലും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം എന്ന് പറഞ്ഞാൽ എടുക്കാൻ ആഗ്രഹിച്ച ഇതാണ്. നമ്മൾ ഇത് എടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല.
എത്ര പേര് നമ്മൾ ഒരുപാട് പേരെ ഇങ്ങനെ കാസ്റ്റ് ചെയ്തല്ല, ഒരുപാട് പേര് എടുക്കണോ താല്പര്യത്തോടെ വന്ന് അവര് തട്ടി മാറി. സമയം എല്ലാരും നമുക്ക് സമയം നോക്കണം. പക്ഷെ എല്ലാരും ഇത് കുറെ ഇങ്ങനെ എത്ര പേര് ഞാൻ ഇത് മെസ്സേജ് ഇട്ട് എല്ലാരും പോയോ അവസാനം ഗോഡ്സ് പ്ലാൻ എന്ന പോലെ. കാരണം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും സമയം നോക്കണം. അപ്പൊ എല്ലാവരും സമയം നോക്കി വരുമ്പോൾ ഇത് അതാണ് ഈ 1 വർഷം ആയത്. എന്തോ ഭാഗ്യത്തിന് ലക്കിന് 3:30 കിട്ടി. അവർ 3:30 കറക്റ്റ് സമയത്തിനുണ്ട്. പറയേണ്ട താമസം, ഈ പാട്ടെന്ന് പറയേണ്ട താമസം. പിന്നെ ഒരു വീഡിയോ ഔട്ട്, പാട്ട് കേട്ടപ്പോഴേ ചേട്ടാ സെറ്റ്. അവര് ബാക്കി പിന്നെ അവര് തന്നെ കോസ്റ്റ്യൂം എല്ലാം അവർ പറഞ്ഞു കൊടുത്തപ്പോ സത്യം പറഞ്ഞാൽ ഈ സംഭവം പ്ലാൻ ചെയ്യുമ്പോൾ കോസ്റ്റ്യൂം ഒക്കെ നമ്മളാണ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ. എല്ലാവരും ആ 3 പേർക്കും സത്യം പറഞ്ഞാൽ മറക്കൂല. രണ്ടുപേരെ ഞാൻ കാണിച്ച്, ഇനി ഒരാൾ വരാനുണ്ട്, അവളെ കൂടെ വരുമ്പോ കാണിച്ചു തരാം. 3 പേര് ഇനിയുണ്ട് ഇതിന്റെ പിന്നാമ്പുറ കാഴ്ചയിലേക്ക് നിൽക്കണം. നമ്മൾ അനിയുണ്ട്, ഗോകുലുണ്ട്, ഞാൻ അവരെ കാണിച്ചു തരാം. ഇനി അതൊക്കെയാണ് ഇനി കോമഡി. ഇനി ടേക്ക് തുടങ്ങുമ്പോഴാണ് കോമഡി. ഇല്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്തു ഇന്നലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു. ഞാൻ ഇത് പറഞ്ഞു, പ്രാക്ടീസ് ചെയ്താലേ ഈ സ്പാട്ട് എടുക്കാൻ പറ്റും. കാര്യം 3 പേർക്ക് സിങ്ക് വരണം, അവന് സിങ്ക് വരണം. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് നൈറ്റ് ഷൂട്ട് സെറ്റ് ചെയ്യാൻ പോണത്. സെറ്റൊക്കെ ആയിട്ട് അയ്യോ ഇതിരാവോ ഇല്ല. പിന്നെ എന്റെ ചെറുക്കം ഉള്ളതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് അവൻ സെറ്റാക്കി എടുക്കും. നമ്മൾ സെറ്റാക്കി എടുക്കും. ഇതും വലുത് നമ്മളെടുത്തില്ലേ, ഇത് പറ്റാകും. ഇല്ല, ഇത് വിജയിച്ചില്ല അതൊക്കെ പിന്നത്തെ കാര്യം. നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞ സാധനം എടുത്തു. നമുക്കൊരു ഇതുണ്ട്, ചരിത്രമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം എടുത്തത് നമ്മളാണ്. കേരളത്തിൽ അതാണ് ഞാൻ ഇത് എടുക്കാന്ന് പറഞ്ഞത്. പറഞ്ഞാൽ ഇതുവരെ ആരും തൊട്ടിട്ടില്ല. ഇതിലും ബെറ്റർ ആയിട്ട് ഇനി എടുക്കണം. ഇത് ആദ്യം എടുത്തത് നമ്മളാണ്. ഇതാണ് മേക്കപ്പ് ഇടാൻ വന്ന വർക്കലയിൽ നിന്നും എത്തിയ ഷെറിൻ ചേച്ചി. ഹായ് പറ. ഇതാണ് വേറൊരു നടി. കരഞ്ഞാണ് ഇതെന്താണ്? നീ എന്തിന്റെ പെൺപിള്ളേരുടെ കിടന്ന് വരണമെന്ന് പറഞ്ഞ കേട്ടാടാ. അതെ അതെ, മിണ്ടാതെ ഞാൻ കൂടെ വരുന്ന എന്നെ പിടിച്ച് ഇവർക്ക് കൂട്ടില്ലേ. ഈ പെണ്ണിനെ വേണ്ടിയിട്ട് സ്റ്റൂള് വരെ എടുത്തോളൂ. ഇച്ചിരി പൊക്കം കൂടുതലായോണ്ട് എന്തോന്ന് പറയണം. നമ്പർ 1 കരച്ചിലൊന്ന് നിർത്തുവോ കുഞ്ഞെ? നമ്മളൊരു കരയുന്നില്ലല്ലോ ലെൻസ് വെച്ചിട്ട്. എനിക്ക് ലെൻസ് വെക്കാൻ പറ്റത്തില്ല, കണ്ണടിച്ചു പോയി. വേണ്ട, ബ്രൗൺ ഐസാ, കുഴപ്പമില്ല. ലെൻസ് കാണിച്ചു തരൂ. എവിടെ കണ്ടൂടാ? അത് വെട്ടത്ത് നോക്ക്, ഞാൻ വെച്ചിട്ടു. എവിടെ? ഇല്ല, കണ്ടൂടാ. ഇല്ല, കണ്ടൂടാ. പേടിച്ചുടാ. ഷെറിൻ ചേച്ചിക്ക് ഇന്ന് കുറച്ചു നേരം പഠിക്കാനുണ്ട് അല്ലേ? അല്ലേ ചേച്ചി? ഇതാണ് വീഡിയോഗ്രാഫർ ചെയ്തത്. നീ ഇത്ര നേരം എവിടെ പോയിരുന്നടി? നിന്റെ അടുത്ത് രാവിലെ ഓടാൻ പറഞ്ഞു. നിന്റെ അടുത്ത് ഞാൻ 2 ദിവസം മുമ്പേ ഞാൻ വിളിച്ച് പറഞ്ഞ നിന്റെ അടുത്ത്. എന്താ? ഇന്നലെ രാത്രിയാ? ആ, ഇന്നലെ രാത്രിയാ. എന്നിട്ട് എന്ത് പടിയാൻ പോയത്? മറ്റേ ഏറിൻ്റെ ഒക്കെ കേട്ടില്ല. അരപ്പട്ട. നിനക്ക് അരപ്പട്ടേ? അവൾ അരപ്പട്ടയുണ്ട്, കറുവാപ്പട്ടയുണ്ട്, എല്ലാ പട്ടകളും ഉണ്ട്. അത് എന്തായി കിച്ചു? സെറ്റായില്ലേ? ക്യാമറ സെറ്റില്ലേ? നീ ആ കടയിൽ നിന്ന് 2 എണ്ണം കഴിച്ച്, എന്നിട്ട് ഇവിടെ വന്ന് നീ അതും കഴിച്ച ഷവർമ വാങ്ങിച്ച് ഒറ്റയ്ക്ക് തിന്നവനല്ലാ നീ. എന്നിട്ട് ഇപ്പം ആ പിള്ളേരുടെ ഇടയിൽ വന്നിരുന്നു ഷവർമ കഴിച്ചിട്ടാണ് വന്നത്. മോൻ പോയണ്ട. നീ പറ. നല്ല പിസ്സ. നല്ല പീസ.
കൊച്ചിന് മണ്ടേ കയറി ചുമ്മാരൊന്നും പറയാതെ ഒരു കാര്യം നീ പിള്ളേർ വഴി പഠിപ്പിച്ചിട്ടുണ്ടോ അവനാണോ പിള്ളേരെ വഴി പിടിച്ചിട്ടുള്ള ആൾക്കാർ നിങ്ങൾ മേക്കപ്പ് ചെയ്യണ്ടേ? ഞാൻ മിക്കവാറും അഭിനയിക്കില്ല, മിക്കവാറും ജയദേവനല്ല പ്രഭാസ്. അങ്ങനെ ആഗ്രഹം നിങ്ങൾ ചെയ്യണമെന്നാണ്. എന്താണ് അഭിപ്രായം? അങ്ങനെ പ്രഭാസിന് പണം കൊടുക്കും. ഇതിൽ പിന്നെ എന്തിനു എല്ലാം കഴിഞ്ഞല്ലേ? സെറ്റാണ്. ഇപ്പൊ തുടങ്ങും. ഡെക്കറേഷൻ 6 മണിക്ക് തുടങ്ങും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇരുട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. കുറച്ചേരത്തെ കഷ്ടപ്പാടിന് ഒടുവിൽ ഫിനിഷായി. എല്ലാം ഡെക്കറേഷൻ എല്ലാം പൂർത്തിയായി. നായികമാരൊക്കെ ഒരുങ്ങി. ക്യാമറ സഹായികൾ 2 പേരുണ്ട്. ഒരാളല്ല 2 പേര്. പ്രൊഡക്ഷനിൽ നിന്ന് ആളെ ഇറങ്ങി, അല്ലാത്ത ഫോട്ടോഗ്രാഫറിനെ ഇറങ്ങി. നമ്മളെ ഒരു വൻ വിജയമാണല്ലേ. വിജയമാക്കും. ഇത് ഒന്ന് കർഷക ശ്രീ ലോണ്, ഒന്ന് കുടുംബശ്രീ ലോണ്, ഒന്ന് വിധവ പെൻഷനുണ്ട്. അവിടെ വിധവ പെൻഷനിലാണ്. അങ്ങനെ ഡെക്കറേഷൻ ഒക്കെ സെറ്റായി. ഇനി അഭി ഒരുങ്ങണം. ഇപ്പം പിള്ളേരെല്ലാം അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മൾ ആ വിചാരിച്ച അതുപോലെ ഇനി വീഡിയോ സെറ്റാക്കിയാൽ മതി. ഈ റീൽ എടുക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? കൈ മുറിഞ്ഞിരിക്കല്ലേ? ഇന്നലെ വീട് ചത്തിരുന്നില്ലേ? ഇന്ന് റീൽ എടുക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഡെഡിക്കേഷൻ ഏത് ലെവൽ? ഹൈ ലെവൽ ഡെഡിക്കേഷൻ. എൻ്റെ അമ്മേ, ഞാൻ ഷൂട്ടൊക്കെ എടുക്കാം. ചത്ത എന്റെ കാര്യം പോയാൽ പോലും കുഴപ്പമില്ല. അയ്യോ, ഒരു വർഷം കൊണ്ട് പ്ലാൻ ചെയ്തു. നടന്നില്ല മോശം. ഇന്നെടുത്തില്ലേ പിന്നെ അന്ന് ഈ സാധനം നമുക്ക് കിട്ടൂല. ഇതെന്താണ് എടുക്കുന്നത്? ഒന്നുകൂടെ പറയൂ. ഇത് മറ്റേ ബാക്ക് ലൈറ്റിൽ എടുക്കണം. ബാക്ക് ലൈറ്റ് എങ്ങനെയുണ്ട് മേക്കപ്പ് ചെയ്തിട്ട്? ഒറ്റ ബാക്കി തീർത്ത് കളഞ്ഞു. അടിപൊളി. ഇതിൽ നടൻ്റെ പേരെന്തിനായിരുന്നു? യാഷ. ആ, പ്രഭാസ്. സോറി, അത് KGF-ലാണല്ലേ പ്രഭാസ് നടന്നത്. അലാവുദ്ദീൻ അബ്ദുൽ വളങ്ങല്ലേ? നമ്മളെ ഈ ഒരു ബ്രഹ്മാണ്ഡ ചലച്ചിത്ര നമ്മുടെ ജാലി സ്പോട്ടാണ് സുഹൃത്തുക്കളെ. ജാലി സ്പോട്ടിന് ഒരുപാട് നന്ദി. പിന്നെ ഒരുക്കാൻ വേണ്ടി വർക്കലയിൽ നിന്ന് വന്ന പ്രശ്നം ചേച്ചിക്ക് 1000 നന്ദി. അടുത്ത രാജമൗളി പടത്തിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഓക്കെ, മാറല്ലേ വിഷയമായിട്ട്. നമസ്കാരം. ഉറങ്ങാനായിരുന്നു. ഇത് നോക്കണം, എന്നെ കൂടെ നോക്കണം. കണ്ണ് ലെൻസ് ഇട്ടാ ഇതിന്റെ ഈ കൊലത്തേക്ക് എങ്ങനെയായിരുന്നു ഞാനായിരുന്നല്ലേ? ശരി, എന്റെ ക്യാമറമാൻ പറഞ്ഞാൽ മതി. പ്രഭാസിന്റെ അപ്പം ഇതാണ് മൈ കോസ്റ്റ്യൂം. ഇതാണ് ഒരുത്തോടെ ചത്ത് വെട്ടിയിട്ട വാഴത്തൻ്റെ പോലെ കിടക്കണ്ട ഇളയപ്പ ഒരുത്തം മണ്ടക്കരി കണ്ട. ഇവനാണ് മറ്റേ ഒറിജിനൽ ക്യാമറ, മറ്റേ ഒളി ക്യാമറ. തമ്പി കീഴെ ഇറങ്ങപ്പാ, നീ കീഴെ ഇറങ്ങി എന്നെ മുത്തം കൊടുപ്പേ. പിന്നെ ആര് പറഞ്ഞു? ശരി, നിനക്ക് എന്താണ് പറയാനുള്ളത്? നമ്മൾ ഈ ഇത് തുടങ്ങിയപ്പോൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആവുമെന്നല്ലേ? എല്ലാം കൂടെ വന്നപ്പം അമ്മ പ്രൊഡക്ഷൻ നല്ലൊരു ഇത് കിട്ടി. അതായത് അവിടെ തന്നെ ചോദിക്കാം. അമ്മ പ്രൊഡക്ഷൻ സൈഡ് മാറിപ്പോ ഇടയ്ക്ക് ഷൂട്ടാണ്. ഒരു അഭിപ്രായം ചോദിച്ചോട്ടെ? എന്താണ് അഭിപ്രായം? കിടന്ന് പറഞ്ഞു.
വളരെ നല്ല അഭിപ്രായമാണ്. പിന്നെ എനിക്ക് എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഫ്രണ്ട്ലി ആൻഡ് സോ കൈൻഡ്ലി. നല്ല ആര് കിടന്നാലും കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞ ഫോട്ടോ മേക്കപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരു കുറച്ച് ഇതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. മേക്കപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇത് രണ്ടു വാക്കി നിർത്തി. നല്ല രസമല്ലേ? അതെ. ആ ചേച്ചി കൂടെ ഇവിടെ, ചേച്ചി ഇവിടെ. ചേച്ചി ഇത് മേക്കപ്പ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? സൈലന്റ് ആയിട്ട് പറയണ. അതെച്ചാ എങ്ങനെ എക്സ്പീരിയൻസ് അവർ ഇരുന്ന് വന്നാൽ അതാ ഈ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഒന്ന് സൗണ്ടിൽ പറ, കേട്ടൂടാ. സ്വന്തം ഒരു മനസ്സിൽ ആ കൊള്ളാം. ആ അത് അവര് പറഞ്ഞു എല്ലാവരും ചോദിച്ചു. അലാവുദ്ദീൻ്റെ ഫോട്ടോഷൂട്ട് സിനിമേറ്റ്. എങ്ങനെയുണ്ട് ആ ചേച്ചി മേക്കപ്പ് ചെയ്ത് എങ്ങനെയുണ്ട്? അല്ലേ നിങ്ങൾ സെറ്റായിരുന്നു സാധനം. പടം വല്ല കിട്ടുന്നുണ്ടോ എന്നാണ് അഭിപ്രായം? പ്രവാസിന്റെ ഷൂട്ട് എടുത്തോണ്ടിരിക്കുകയാണ്. സ്ട്രീറ്റ് വീഡിയോഗ്രാഫർ ജയദേവ് ചെയ്ത മോളിൽ കയറി ഏണീനെ മോളിൽ കയറി സീൻ പിടിക്കുകയാണ്. സീൻ പിടിക്കുകയാണ് അല്ലേ? നമ്മൾ എടുക്കാവുന്ന പാട്ട് നമ്മൾ ഏത് പാട്ട് എടുക്കണം? ഒരു ഫോട്ടോ എടുത്ത് ഇത് എന്താണ് കാണിക്കുന്നത്? പറഞ്ഞു എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് പറ. എന്തിനോ ഒരു പേര് പറഞ്ഞു. ആ എന്തിനത് എനിക്കറിഞ്ഞു. ആ മത്സ്യകന്യക. എങ്ങനെയുണ്ട് അത്യാവശ്യം? എക്സ്പീരിയൻസ് പറ. ഇത്രയും നടന്നതിന്റെ എന്നുവെച്ചാ ഈ ഡ്രസ്സിങ്ങും മേക്കപ്പ് നമ്മൾ വന്നപ്പോ എങ്ങനെയായിരുന്നു, ഇപ്പൊ എങ്ങനെയാണ്? അതെ. വ്ളോഗ് എടുത്തിട്ട് വേണം. വ്ളോഗ് എടുക്കുമ്പോൾ മാറാൻ പറഞ്ഞു. ആ പറ. രണ്ട് വാക്കിയുള്ളൂ. കൊള്ളാം. ഇവിടെ വണ്ടർഫുൾ. അവിടെ കുറച്ച് നീളമുണ്ട്. അതല്ല പാട്ട്. അത് ഇവരെടുക്കാവുന്ന പാട്ട്. ഇതെന്തൊരു നിങ്ങൾ കിടക്കണേ. എന്നാലും ഇങ്ങനെ രണ്ടുപേരും കിടന്നു. നിങ്ങൾ ഇത് വണ്ടേ കിട. എടാ വണ്ടേ കിട കേട്ടോ. വണ്ടേ കിടത്ത് സാൻഡ്വിച്ച് ആയിട്ട് കിടക്ക്. ഓടിപ്പിച്ചാട്. ഞാൻ കിടക്കട്ടെ. മാറി മാറി. മാറടി. ഇവിടെ കിടന്ന് അവിടെ പറഞ്ഞില്ല. ഇവിടെ കിടന്ന് ഞാൻ കിടന്ന് അവിടെ ഒരാൾ പഠിച്ചു. എങ്ങനെയുണ്ട്? ഞാനും ഇന്ന് എൻ്റെ കുഞ്ഞു പെങ്ങളും കൂടെ ഇന്ന് ഇതാണ് എന്റെ ബാഹുബലി. കുന്തളി ബാഹുബലി. ഇനി കുറച്ച് അതന്നെ കുന്തളിക്കില്ല. പാട്ടിട്ടോട്ട് അമരേന്ദ്ര ബാഹുബലി ചവിട്ടി കൂടാ പാവം കിട്ടും. രണ്ട് കാലും കൂടെ തലയിലിടയില്.
നിങ്ങൾ ഒറ്റയ്ക്ക് സൈഡിൽ ശരി ചെയ്താൽ മതി. പ്രഭാസിന്റെ അഴിഞ്ഞാട്ടമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓ പിന്നെ ചേട്ടന്റെ കയ്യിൽ പിടിക്കുന്നതാണ്. ആ ചേട്ടൻ്റെ കയ്യിൽ പിടിക്കണേണ്. മറ്റേത് ഇങ്ങനെ എന്നിട്ട് എന്റെ മുഖം നോക്കണം, മനസ്സിലായോ? നോക്കണേ നോക്കണേ എന്റെ മുഖത്താണ് നോക്കണേ. സെറ്റ് തീർന്ന്. ഇതൊക്കെ വരുമ്പം എല്ലാത്തിലും ഈ സാധനം. അതെന്റെ കഴിവായിരുന്നത്. സോറി, കുറച്ച് കഴിവ്. കഴിവ് കുറച്ച് കൂടി പോയാട്ടോ. ഒരുപാട് കുലിക്കണ്ടേ? എന്റെ കുലിക്ക് നിങ്ങൾ കുറ്റം പറഞ്ഞാട്ടെ. ആ പറഞ്ഞു. ലാസ്റ്റ് ഷോട്ട് എടുക്കാം. ലാസ്റ്റ് ഷോട്ട് ഇന്ന് അവസാനിക്കുമല്ലോ. ഇനി ഇങ്ങനെ വല്ലതും സെറ്റ് ചെയ്യാൻ പറയണം കേട്ടോ. ഇതുപോലെ അത് മോശം കേട്ടോ. വേണ്ട ഞാൻ പറഞ്ഞു ഇങ്ങനെ വല്ല അടുത്ത വല്ലതും ചെയ്യാൻ പറയണം കേട്ടോ. അയ്യോ വേണ്ട. എന്നൊരു അവര് പട്ടി വിളിച്ച പോലെ വരുന്നത്. ടാക്സി പിടിച്ച് കൊണ്ടുപോകണേ. തീർന്നു എല്ലാവർക്കും നന്ദി. ഇത് കണ്ടെല്ലാരും വിജയിപ്പിക്കുക. നിനക്കൊല്ലം പറയണ്ടോ? നിനക്കൊല്ലം പറയണ്ടോ? എന്തിനാ? ഇപ്പൊ പറയണം. ഒരു വർഷത്തെ കാത്തിരിപ്പ്. താങ്ക് യു. അയ്യോ അങ്ങനെ കൊച്ചിന് ഷവർ വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഗൈസ് നമ്മളെ മനോഹരി ഷൂട്ട് ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ ഇനി നമ്മൾ വേറെ വീഡിയോ വരുന്നതാണല്ലേ? Stay tuned. അടുത്ത വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും. ഓക്കെ ബൈ.